അവിടെ ഞാൻ അപ്പം തന്നെ പുറപ്പെടുകയും ചെയ്യും. പിന്നെ എനിക്ക് സിയാറത്തുണ്ട്, ചെറിയ സിയാറത്തുകളുണ്ട്. ഇൻഷാ അല്ലാഹ് ആക്കോട് തങ്ങന്മാരെയും കൊന്നാര് തങ്ങന്മാരെയും ചാലിയപ്പുറം തങ്ങളെയൊക്കെ ഒന്ന് സിയാറത്ത് ചെയ്യണമെന്നുണ്ട്. ഇൻഷാ അല്ലാഹ് ഒക്കെ സിയാറത്ത് ചെയ്ത് അപ്പോൾ ഇൻഷാ അല്ലാഹ് വേഗം വീട്ടിൽ നിന്ന് ഞാൻ ഇങ്ങോട്ട് തന്നെ പുറപ്പെടും. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഇവിടെ നിന്നാണ് ഈ ജാറത്തിൽ പോകുന്ന സമ്പ്രദായം നമുക്ക് ലഭിച്ചിട്ടുള്ളത്. അല്ലാഹു സുബ്ഹാനഹു വ തആല പരിശുദ്ധ ഖുർആനിൽ 114 അധ്യായങ്ങളിൽ ചെറുതും വലുതുമായ ഒരുപാട് വിഷയങ്ങൾ വിശദീകരിക്കുന്നുണ്ട്. അതിലെവിടെയെങ്കിലും മഹാന്മാരുടെ ഖബറുമായി ബന്ധപ്പെട്ട് ബറക്കത്തെടുക്കുന്നതുമായി ബന്ധപ്പെട്ട എന്തെങ്കിലും ഒരു സൂചന നമുക്ക് കാണാൻ സാധിക്കുമോ? ഒട്ടനവധി അമ്പിയാക്കളെ അല്ലാഹു സുബ്ഹാനഹു വ തആല പരിചയപ്പെടുത്തിയിട്ടുണ്ടല്ലോ. ഈ അമ്പിയാക്കളുടെ ഖബറുമായി ബന്ധപ്പെട്ട് ജാറവുമായി ബന്ധപ്പെട്ട് വിശ്വാസികൾക്ക് വല്ലതും ചെയ്യാനുണ്ടായിരുന്നെങ്കിൽ ഖുർആനിൽ അതിനെ സംബന്ധിച്ച് നമുക്ക് സൂചന ലഭിക്കുകയില്ലേ? എന്തെല്ലാം കാര്യങ്ങൾ ഖുർആനിൽ ചർച്ച ചെയ്യുന്നുണ്ട്. ഈ വിഷയം എന്തുകൊണ്ട് പരിശുദ്ധ ഖുർആനിലില്ല? എന്നിരിക്കെ ഈ ജാറത്തിൽ പോയി, മഹാന്മാരായ ആളുകളുടെ ജാറത്തിൽ പോയി ബറക്കത്തെടുക്കുന്ന, അവിടെ സുജൂദ് ചെയ്യുന്ന, അവിടെ തവാഫ് ചെയ്യുന്ന, അവരുടെ ഹഖ് ജാഹ് ബറക്കത്ത് കൊണ്ട് ചോദിക്കുന്ന, അവരോട് തന്നെ നേരിട്ടെല്ലാം ചോദിക്കുന്ന ഈ സമ്പ്രദായം നമുക്ക് എവിടെ നിന്ന് കിട്ടി? മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ ലോകത്ത് കടന്നു വന്നു. ആ പ്രവാചകൻ പറഞ്ഞത്, ആകാശത്തിന് കീഴെ നിങ്ങൾക്ക് ആവശ്യമുള്ള ഒരു വിഷയവും പറഞ്ഞു തരാതെ ഞാൻ വിട്ടുപോയിട്ടില്ല എന്നാണ്. നിങ്ങളെ സ്വർഗത്തിലേക്ക് അടുപ്പിക്കുകയും നിങ്ങളെ നരകത്തിൽ നിന്ന് അകറ്റുകയും ചെയ്യുന്ന എല്ലാം ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തന്നിട്ടുണ്ട്. ശരിയെങ്കിൽ ആ പ്രവാചകൻ ജീവിതത്തിൽ എപ്പോഴെങ്കിലും ഏതെങ്കിലും ഒരു മഹാന്റെ ഖബറുമായി ബന്ധപ്പെട്ട എന്തെങ്കിലും ഒരു നിർദ്ദേശം മുസ്ലിം ഉമ്മത്തിന് നൽകിയിട്ടുണ്ടോ? എന്നാൽ ഇന്ന് പ്രവാചകന്റെ ഖബർ നമുക്ക് സന്ദർശിക്കാം. ആ ഖബറിൽ പോയി നമുക്ക് ബർക്കത്തെടുക്കാം. അല്ലെങ്കിൽ നിങ്ങൾ ബർക്കത്തെടുക്കുക മഹാന്മാരുടെ ഖബർ കൊണ്ട്, ഔലിയാക്കളുടെ സ്വാലിഹീങ്ങളുടെ ഖബറിന്റെ അടുക്കൽ പോയി അവിടെ സുജൂദ് ചെയ്യുവാൻ, അവിടെ തവാഫ് ചെയ്യുവാൻ, അവിടെ പോയി ബർക്കത്തെടുക്കുവാനുള്ള ഒരു നിർദ്ദേശം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നമുക്ക് നൽകിയിട്ടുണ്ടോ? അന്താരാഷ്ട്ര വിഷയങ്ങൾ മുതൽ ടോയ്ലറ്റിൽ പോകുമ്പോഴുള്ള കാര്യങ്ങൾ വരെ കൃത്യമായി പഠിപ്പിച്ച അള്ളാഹുവിന്റെ പ്രവാചകൻ എന്തുകൊണ്ടാണ് ജാറവുമായി ബന്ധപ്പെട്ട ഒരു വിഷയവും മുസ്ലിം ഉമ്മത്തിനെ പഠിപ്പിച്ചില്ല? സ്വഹാബികൾക്കത് മനസ്സിലാക്കി കൊടുത്തില്ല. ഒരു സ്വഹാബിയും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഖബറിനെ കേന്ദ്രീകരിച്ചുകൊണ്ട് ഈ നിലക്ക് ബർക്കത്തെടുക്കുന്ന കാര്യം ഒരു സ്വഹാബിയും എന്തുകൊണ്ട് ചെയ്തില്ല? എന്തുകൊണ്ട് സ്വഹാബികൾ മഹാന്മാരായ ആളുകളുടെ ഖബറുകളെ ഇങ്ങനെയുള്ള കേന്ദ്രങ്ങളാക്കി ആളുകളെ അങ്ങോട്ട് ക്ഷണിച്ചില്ല, ആളുകളെ അങ്ങോട്ട് ആകർഷിച്ചില്ല? നമുക്കറിയാം, പ്രവാചകന്മാർ കഴിഞ്ഞാൽ പിന്നെ തലമുറകളിൽ വെച്ച് ഏറ്റവും നല്ല തലമുറ സ്വഹാബത്തിന്റെ തലമുറയാണ്. ഖുലഫാഉർ റാഷിദീങ്ങൾ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പ്രഗൽഭരായ സ്വഹാബികൾ, 4 ഖലീഫമാർ, സ്വർഗ്ഗം കൊണ്ട് സന്തോഷവാർത്ത അറിയിക്കപ്പെട്ടവർ. ഈ സ്വഹാബികളുടെ എല്ലാം ഖബറുകളുണ്ടല്ലോ. അത് കേന്ദ്രീകരിക്കപ്പെട്ടുകൊണ്ട് ജാറങ്ങളുണ്ടായിരുന്നോ? നേർച്ചകളുണ്ടായിരുന്നോ? അവിടേക്ക് ബർക്കത്തെടുക്കാൻ വേണ്ടി താബിഈങ്ങളോ തബഉ താബിഈങ്ങളോ യാത്ര ചെയ്തിരുന്നോ? ജനങ്ങളെ പ്രോത്സാഹിപ്പിച്ചിരുന്നോ? അവരുടെ ഹജ്ജ് യാത്രകൾ അവർ അവിടെ നിന്നായിരുന്നോ തുടങ്ങിയിരുന്നത്? അവർ ആ നിലക്ക് മക്കാമുകൾ ഉണ്ടാക്കി അവിടെ സന്ദർശനം നടത്തുന്നവരായിരുന്നോ? പരിശോധിക്കുക. ഇസ്ലാമിന്റെ അടിസ്ഥാന പ്രമാണങ്ങളിൽ എവിടെയും കാണാൻ സാധിക്കാത്ത, പ്രവാചകന്മാരോ സഹാബികളോ താബിഈങ്ങളോ തബഉ താബിഈങ്ങളോ ഈ ഉമ്മത്തിലെ അഇമ്മത്തുകളോ ആരും കാണിക്കാത്ത ഈ ഏർപ്പാട് പിന്നെ നിങ്ങൾക്ക് എവിടെ നിന്നാണ് കിട്ടിയത്? എന്തടിസ്ഥാനത്തിലാണ് നിങ്ങൾ സമൂഹത്തെ ഇത് പറഞ്ഞു കൊടുക്കുന്നത്? സമൂഹത്തെ ഇതിന് പ്രേരിപ്പിക്കുന്നത് എന്തിന്റെ അടിസ്ഥാനത്തിലാണ്? ആരാണ് നമുക്ക് പറഞ്ഞു തന്നത്? എന്നാൽ അറിയുക, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ സഗൗരവം ഓർമ്മപ്പെടുത്തി, ഇത് യഹൂദ ക്രൈസ്തവരുടെ ഏർപ്പാടാണ്. മുസ്ലിം ഉമ്മത്ത് ഒരു കാരണവശാലും ഇത്തരത്തിലുള്ള കാര്യങ്ങൾ ചെയ്യരുത് എന്ന്.